കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തതിൽ പ്രശ്നങ്ങളിൽ കൂടുതലും സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതേപോലെ തന്നെ അത്രത്തോളം തന്നെ പുരുഷന്മാർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പുരുഷ വന്ധ്യതയെ കുറിച്ച് ഒരു മിനിറ്റ് 1-2 കാര്യങ്ങൾ മറ്റ് മാത്രം. എന്താ വെച്ചാൽ ഒന്ന്, നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ചില പുരുഷന്മാരുടെ കൗണ്ട് ചെക്ക് ചെയ്യാനാണ് ആദ്യം പറയാം. സെമൻ അനാലിസിസ് ചെയ്യാൻ പറയും. സെമൻ അനാലിസിൽ നമ്മൾ സാധാരണ നോക്കുന്നത് അതിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി ഒക്കെയാണ് നോക്കുക. ഇതിൽ ചെയ്യുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഏകദേശം ആ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ എത്രത്തോളം അതിൻ്റെ കൗണ്ട് കുറവാണ്, മോട്ടിലിറ്റി കുറവാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാനിവിടെ നിന്ന് പറയാൻ ജസ്റ്റ് ഒരു മിനിറ്റ് പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഒട്ടും ബീജമില്ലാത്ത ആൾക്കാർ ഒത്തിരിയുണ്ട്. 0 അല്ലെങ്കിൽ ആസോസ്പെർമിയ എന്ന് പറയുന്ന ബീജമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ചില ഹോർമോൺ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ നോർമലാണെങ്കിൽ ബീജം ഇപ്പോൾ നമ്മൾ ടെസ്റ്റിസിൻ്റെ ഒരു സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കി കാര്യമായിട്ട് പ്രശ്നങ്ങളാണ്, ഇതിലൊന്നും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലുള്ള ഒരു ടെസ്റ്റാണ് ബീജം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിസിൽ നിന്ന് വൃഷണത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ അറിയാം അവൻ്റെ കൗണ്ട് കുറവാണെങ്കിൽ പുറകോട്ട് പോയിട്ട് ലാസ്റ്റ് സ്ത്രീക്കൊരു 30-35 കഴിയുമ്പോഴൊക്കെ എന്നാൽ പിന്നെ ചെക്ക് ചെയ്ത് നോക്കാം, IVF-ലോട്ട് പോകാം. അപ്പോഴേക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫീമെയിലിൻ്റെ എഗ്ഗിൻ്റെ അണ്ടത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങൾ, അണ്ടാശയത്തിൽ മുഴ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ മുഴ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ വരും. അപ്പോൾ മെയിൽ ഫാക്ടേഴ്സ് ഞാൻ കാണുന്ന കാര്യം പറഞ്ഞു. മെയിൽ ഫാക്ടേഴ്സിൽ ആണിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് അവരിങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകും. ഒരു സമയം കഴിയുമ്പോൾ ഏകദേശം ഞാൻ പൊതുവേ കാണുന്നത് പെണ്ണിന് 32-35 ആകുമ്പോഴാണ് പിന്നെ ഒരു ബോധോദയം ഉണ്ടായെന്ന് ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ ആസോസ്പെർമിയ ഉള്ള ആൾക്കാർ വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വൃഷണത്തിനകത്ത് ബീജം ഉണ്ടെങ്കിൽ അത് വെച്ച് ഇക്സി ചെയ്യാൻ പറ്റും. അതായത് IVF-ൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമായിട്ട് ഇക്സി എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബീജമില്ലാത്തവർ, എനിക്ക് ബീജമില്ല അതിൻ്റെ ഡോണറിന് ഡയറക്റ്റ് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പൊതുവേ ഡോണർ ചെയ്യൂല. അപ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഡോണർ ചെയ്ത ആൾക്കാർ പിന്നെ പെസ ടെസ്റ്റ് ചെയ്ത്, അതായത് വൃഷണത്തിന് കുത്തിയെടുത്തിട്ട് IVF ചെയ്തിട്ട് സക്സസ് ആയ ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യം ഡോണറിലോട്ട് പോകുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് ഈ ടെസ്റ്റുകൾ ചെയ്തൊക്കെ എവിടെ തൊട്ടടുത്തുള്ള IVF സെൻറ്ററിൽ പോയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. IVF സെൻറ്ററുകളിൽ ചെയ്ത ഗുണം എന്ന് വെച്ചാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ബീജം ഉണ്ടെങ്കിൽ ഉടനെ അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ ആ ബീജത്തിന് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റും, സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആസോസ്പെർമിയ സ്പേം ഇല്ല എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആദ്യം ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക.